നമസ്കാരം. നമ്മളുടെ മുമ്പിൽ ഡെന്നീസ് ക്ലബ്ബ് എന്ന നോട്ട് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ്റെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. ഒപ്പം തന്നെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ താഴേക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. വലതുവശത്തായിട്ട് ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ഒരു മോഡൽ വലതുവശത്തായിട്ട് നൽകിയിരിക്കുന്നു. അവരുടെ സാമ്പത്തിക വർഷം, അക്കൗണ്ട് തന്നിരിക്കുന്ന സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുന്നത് 31 ഡിസംബർ 1996 ആണ്. 1996 അവസാനിച്ച റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ വിവരങ്ങളാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഇനങ്ങളെന്ന് പറഞ്ഞാൽ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 1996 ഡിസംബറിൽ അവസാനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ജനുവരി 1, 1996 മുതൽ 31/12/1996 എന്ന തീയതി വരെയുള്ള ഒരു വർഷക്കാല ഇളവിനിടയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള വരുമാനങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വരുമാനങ്ങൾ റെസീറ്റ് സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ കാലയളവിൽ നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ പേയ്മെൻറ്റുകളാണ് നമ്മുടെ പേയ്മെൻറ്റ് സൈഡിലും കാണിച്ചിരിക്കുന്നതെന്ന് കാണാം. മറ്റൊരു കാര്യം, ഇതിൽ ചില ഇനങ്ങൾ ഞാനൊരു മഞ്ഞ കളറിൽ പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി മാർക്ക് ചെയ്തിരിക്കുകയാണ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ ക്യാപിറ്റൽ ഇനങ്ങളാണ്. വെളുത്ത നിറത്തിൽ പ്രത്യേക നിറങ്ങളൊന്നും ഇല്ലാതെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളവ റവന്യൂ ഇനങ്ങളാണെന്നും പറയും. ഉത്തരമായിട്ട് ആൻസറായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് സ്ഥാപനത്തിൻ്റെ സർപ്ലസ് അഥവാ ഡെഫിസിറ്റ്, അതായത് ലാഭം അല്ലെങ്കിൽ നഷ്ടത്തെ സൂചിപ്പിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ലാഭം അല്ലെങ്കിൽ നഷ്ടം കാണാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ക്യാപിറ്റൽ സ്വഭാവമുള്ളവ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. ആദ്യ രണ്ട് ഇനങ്ങളും ക്യാഷ് ബാലൻസ് ബ്രോഡ് ഡൗൺ 3000, ബാങ്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ 9000. ഇവ രണ്ടും ക്യാപിറ്റൽ ഇനങ്ങളാണ്. ഓപ്പണിംഗ് ക്യാഷ് ബാങ്ക് ബാലൻസുകളാണ്. അവ ഉൾപ്പെടുത്തേണ്ടതില്ല, അവ ഒഴിവാക്കിയിരിക്കും. അടുത്ത ഇനം റവന്യൂ ഇനമാണ്. സബ്സ്ക്രിപ്ഷൻ 8000 റുപ്പീസ് എന്ന് കാണാം. അതിന് ഞാൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകം സൈഡ്, നമുക്കറിയാവുന്നതുപോലെ റെസീറ്റ് സൈഡിൽ കാണുന്നവ, ഡെബിറ്റ് സൈഡിൽ കാണുന്നവ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക്, കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് റെസീപ്റ്റിന് സമാനമായ വാചകമായ ഇൻകം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എതിർവശത്തേക്ക് പോകുമെന്ന കാര്യം ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. 80,000 അതിൻ്റെ എമൗണ്ട്. ഞാനതിൽ അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവ മെയിൻ കോളത്തിലേക്ക് എഴുതാതെ ഇന്നർ കോളത്തിലേക്ക് രേഖപ്പെടുത്തുകയാണ്. 80,000 റുപ്പീസ്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ മുകളിൽ നൽകിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ തുകയായ 80,000 എന്ന വാല്യൂയിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. അതല്ലാതെ 80,000 പുറമേയുള്ള ഒരു വിവരം എന്നല്ല പറയുന്നത്. ആ 80,000 ഇനി പറയുന്ന വസ്തുതകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വസ്തുത, സബ്സ്ക്രിപ്ഷൻ ഫോർ 1995 റുപ്പീസ് 8,500. നമ്മളുടെ സാമ്പത്തിക വർഷം 1996 ആണ്. അപ്പോൾ 1996 എന്ന സാമ്പത്തിക വർഷത്തിൽ 80,000 റുപ്പീസ് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച തുകയിൽ ഒരു ഭാഗമായ 8,500 റുപ്പീസ് 1995 എന്ന വർഷവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പഴയ സബ്സ്ക്രിപ്ഷൻ, അന്ന് ലഭിക്കേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷൻ അന്ന് ലഭിക്കാതെ ഇന്ന് ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, അത് ഏത് വർഷത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ വർഷവുമായി ബന്ധപ്പെട്ട റവന്യൂ വരവുകളും റവന്യൂ ചിലവുകളും മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 1996 എന്ന വർഷവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു വിവരവും അതിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഈ 8,500 എന്ന് പറയുന്നൊരു വിവരം ഈ കാലഘട്ടവുമായി ബന്ധമില്ല എന്നതിനാലും നൽകിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ 80,000 ഈ 8,500 ഉണ്ട് എന്നതിനാലും ആ 8,500 റുപ്പീസിനെ മുറിച്ച് കളയേണ്ടിയിരിക്കുന്നു, ലെസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ചെയ്തിരിക്കുന്നു ലെസ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ. അഡീഷണൽ ഇൻഫർമേഷനായിട്ട് നമ്മൾക്കിനി തന്നിട്ടുള്ളത് 1997, അതായത് അടുത്ത ഭാവി വർഷത്തിലേതായ ഒരു സബ്സ്ക്രിപ്ഷൻ 2,100. ഇതും നടപ്പ് വർഷത്തേതല്ലാത്തത് കൊണ്ട് തന്നെ 80,000 നിന്നും ആ തുകയും നമ്മൾ ലെസ് ചെയ്യുകയാണ്. എന്തായാലും ഈ 80,000 നിന്നും 1996 എന്ന വർഷവുമായി ബന്ധപ്പെട്ടതല്ലാത്ത രണ്ട് തുകകളും ലെസ് ചെയ്തപ്പോൾ 69,400 റുപ്പീസ് എന്ന് കിട്ടി. ഈ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 69,400 രൂപയാണ് വാസ്തവത്തിൽ 1996 എന്ന നടപ്പ് വർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള തുക. ഈ 69,400 എന്ന യഥാർത്ഥത്തിൽ കിട്ടിയ സംഖ്യയല്ല ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. മറിച്ച്
1996 എന്ന സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥത്തിൽ ലഭ്യമായിരിക്കേണ്ട എല്ലാ തുകകളും അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ചിലപ്പോൾ ആ തുകകളൊന്നും കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ഭാഗികമായിട്ടായിരിക്കും കിട്ടുക. ഇതൊന്നും നോക്കാതെ 1996 എന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ തുകകളും സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫോർ 96 വാസ് റിസീവ്ഡ് ഇൻ 1995 റുപ്പീസ് 1200. 1996 കിട്ടേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷൻ ഒരു കൊല്ലം മുൻപ് 1995 അവർക്ക് അഡ്വാൻസായി ലഭിച്ചിട്ടുണ്ട് 1200 രൂപ. അതുകൊണ്ട് തന്നെ ഈ വർഷം ആ 1200 രൂപ വീണ്ടും ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച 80,000 എന്ന സബ്സ്ക്രിപ്ഷനിൽ ഇത് ഉൾപ്പെടുന്നില്ല എന്ന് കാണാം. അപ്പോൾ അഡീഷണലായിട്ട് 96 ഒരു സബ്സ്ക്രിപ്ഷൻ തുക കൂടി നമുക്ക് വ്യക്തമായിരിക്കുന്നു. 1200 രൂപ കൂടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കൂട്ടേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. നമ്മളത് ടോട്ടൽ ചെയ്യാനായിട്ട് 1200 69,400 താഴെ ചേർത്തിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ സംബന്ധമായ അടുത്ത നിർദ്ദേശം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 1996 2800. 1996 ഇനിയും 2800 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയുണ്ട്. ഇതുവരെയും അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ 80,000 റുപ്പീസിന് പുറമേയുള്ള ഈ വർഷത്തെ തുകയാണ് എന്നതിനാൽ ആ തുക കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ തുക കൂടെ ചേർത്ത് എഴുതുകയാണ്. 73,400 രൂപയാണ് ആ ക്ലബിന് ആ വർഷം യഥാർത്ഥത്തിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ഇനത്തിൽ രേഖപ്പെടുത്തേണ്ട തുക. അത് ചേർത്ത് വച്ചിരിക്കുന്നു. അടുത്ത റെസിപ്റ്റാണ് എൻട്രൻസ് ഫീ 5,000 റുപ്പീസ്. എൻട്രൻസ് ഫീയുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. 2/5 ഓഫ് എൻട്രൻസ് ഫീസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. എൻട്രൻസ് ഫീയുടെ 2/5 ഭാഗം ക്യാപിറ്റലാക്കുക. അതായത് 2/5 ഭാഗം അതിൽ നിന്നും ലെസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി ഭാഗമാണ് അതിലെ റവന്യൂ ഇനം എന്നർത്ഥം. ഇപ്പം എൻട്രൻസ് ഫീ 5,000, അതിൽ നിന്നും ക്യാപിറ്റലൈസ് ചെയ്യപ്പെട്ട ഭാഗം 5,000 × 2/5 2,000 എന്ന് കിട്ടും. അത് ക്യാപിറ്റൽ ഇനമായി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബാക്കി ഭാഗം 3,000 റുപ്പീസ് അതിനെ റവന്യൂ ആയിട്ട് പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചേർത്തിരിക്കുന്നു. അടുത്ത ഇനമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ 10,000 റുപ്പീസ് എന്ന് നൽകിയിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്ന ഹാഫ് ഓഫ് ദ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്നു. 10,000 × 1/2 5,000 റുപ്പീസ് ക്യാപിറ്റൽ ഇനമാണ് എങ്കിൽ അത് കഴിച്ച് കിട്ടുന്ന മറ്റു ഭാഗമായ 5,000 റുപ്പീസ് അത് റവന്യൂ ഇനമായിട്ട് പരിഗണിക്കാം. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്. ഒരു നിക്ഷേപത്തിൽ നിന്നും 2,600 രൂപ പലിശ ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ സമാനമായൊരു ഐറ്റം കാണാം. 6% ബോണ്ട് 1,00,000 റുപ്പീസ്. നിക്ഷേപ തീയതി April 1, ഇൻട്രസ്റ്റ് റേറ്റ് 6%. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ ഇനമാണ്. പക്ഷേ അതേസമയം അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻട്രസ്റ്റ് 2,600 കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും കിട്ടേണ്ട തുക യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. 1,00,000 റുപ്പീസിൻ്റെ 6% വെച്ചുകൊണ്ട് 9 മാസത്തെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസത്തെ പലിശ ഇവിടെ നോക്കാം. 1,00,000 × 6/100 6% ഇൻറ്റു 9 മാസത്തേക്ക് 9/12 എന്ന് കണ്ടാൽ 4,500 റുപ്പീസ് എന്ന് കിട്ടും. ഈ 4,500 രൂപയാണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ അവർക്ക് ആ ബോണ്ടിൽ നിന്നും ലഭിക്കേണ്ട തുക. പക്ഷേ വാസ്തവത്തിൽ കിട്ടിയ തുക 2,600 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മളൊരു വിശദീകരണം എഴുതുകയാണ്. ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കിട്ടിയത് 2,600, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടിയ തുകയല്ല, ശരിക്കും ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കിട്ടേണ്ട തുകയാണ് എഴുതേണ്ടത് എന്നതിനാൽ ഔട്ടർ കോളത്തിൽ 4,500 എഴുതുന്നു. ചുരുക്കി പറഞ്ഞാൽ 4,500 രൂപയാണ് കിട്ടേണ്ടതെങ്കിലും 2,600 രൂപ മാത്രമാണ് കിട്ടിയത് എന്നതിനാൽ ഇനിയും അത് തമ്മിലുള്ള വ്യത്യാസമായ 1,900 റുപ്പീസ് അവർക്ക് കിട്ടാനുണ്ട് എന്നർത്ഥം. അപ്പോൾ കിട്ടേണ്ട തുകയാണ് 4,500. അത് ഇൻകം സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ഇനമാണ് സെയിൽ ഓഫ് ടിക്കറ്റ്. ഏതെങ്കിലും കൾച്ചറൽ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം,
അതിൽ ടിക്കറ്റ് വിറ്റപ്പോൾ 15,000 രൂപ അവർക്ക് ലഭിച്ചിരിക്കുന്നു. റവന്യൂ വരുമാനമായിട്ട് കണക്കാക്കാം. അടുത്ത ഇനം പേയ്മെൻറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി വരുന്ന ഇനങ്ങൾ. ആദ്യ പേയ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് 4,500. പരസ്യം ഇനത്തിൽ ഈ വർഷം നമ്മൾ 4,500 രൂപ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേസമയം അഡ്ജസ്റ്റ്മെൻറ്റ് സി യിൽ പറഞ്ഞിരിക്കുന്നു അഡ്വർടൈസ്മെൻറ്റ് ബിൽ ഫോർ ദി ഇയർ 1995 ₹1,200 ഹാസ് ബീൻ പെയ്ഡ് ഇൻ ദ ഇയർ 1996. 1995 കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ തുകയായ 1,200 രൂപ ഒരു വർഷം വൈകി നമ്മൾ ഇപ്പോഴാണ് അടച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കഴിഞ്ഞ വർഷത്തെ തുക ഈ വർഷം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നൽകിയ 4,500 റുപ്പീസിൽ ആ 1,200 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തേതല്ലാത്തതിനാൽ അത് ലെസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അഡ്വർടൈസ്മെൻറ്റ് തുക 3,300 ആണെന്ന് കാണാം. അടുത്തത് റെൻറ്റ് ടാക്സസ് 5,000, ജനറൽ എക്സ്പെൻസ് 15,000. ഇവ റവന്യൂ ആണ് എന്നതിനാൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ അതേ തുക തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ഐറ്റം സാലറിയാണ് 10,000 റുപ്പീസ് എന്ന് കാണാം. പക്ഷേ അതേസമയം സാലറിയിൽ കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നർ കോളത്തിൽ സാലറി 10,000 എഴുതി വെച്ചിരിക്കുന്നു. അഡീഷണൽ വിവരം സാലറി ഡ്യൂ ഓൺ 31 December 1995. കഴിഞ്ഞ വർഷം ഇനിയും സാലറി നൽകാനുണ്ട് 2,200 രൂപയ്ക്ക്. ഇനി വാചകം തുടരുന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ നിർത്തുകയാണ്. ആ ഭാഗം മാത്രം പരിഗണിക്കുന്നു. 1995 സാലറി നൽകിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മൾ നിർബന്ധമായൊരു വസ്തുത ഊഹിക്കേണ്ടിയിരിക്കുന്നു. അത് 96 നടപ്പ് വർഷത്തിൽ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. പഴയ സാലറി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ആ കൊടുത്ത 2,200 രൂപ ഈ 10,000-ൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നർത്ഥം. 1996 സാലറി മാത്രമേ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്നതിനാൽ ആ 2,200 രൂപയെ നമുക്ക് മുറിച്ച് കളയാനായിട്ട് ലെസ് ചെയ്തു വെച്ചിരിക്കുന്നു. 2,200 ലെസ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ പേയ്മെൻറ്റ്. സാലറി അഡ്ജസ്റ്റ്മെൻറ്റ് തുടരുകയാണ്. സാലറി ഡ്യൂ ഓൺ 31 December 1996 2,100. അതായത് 1996 സാലറി ഇനിയും കുറേ പേർക്ക് കൊടുക്കാത്തതുണ്ട്. അത് 2,100 രൂപയാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻഡിച്ചറായിട്ട് അതിനെ കണക്കാക്കേണ്ടതുണ്ട് എന്നതിനാൽ നടപ്പ് വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ചേർക്കാനായിട്ട് 2,100 ചേർത്ത് കഴിഞ്ഞാൽ 9,900 എന്ന് സാലറി കിട്ടും. ഓഡിറ്റ് ഫീസ്, സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഇവയ്ക്ക് മൂന്നിനും പ്രത്യേക അഡീഷണൽ ഇൻഫർമേഷനുകൾ ഇല്ലാത്തതിനാൽ അവ മൂന്നും എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ഇനം എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഇനമാണ്. 50,000 ക്യാപിറ്റലാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷൻ കാണേണ്ടി വരും. ഒരു ഉപകരണം ആണ്, അത് ഉപയോഗിക്കുമ്പോൾ തേയ്മാനം സംഭവിക്കും. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഡീഷണൽ വിവരമാണ് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ എക്യുപ്മെൻറ്റ് 10%. ഉപകരണങ്ങളിന്മേൽ, എല്ലാവിധ ഉപകരണങ്ങളിന്മേലും 10% തേയ്മാനം ഈടാക്കണം എന്നർത്ഥം. മറ്റൊരു വിവരം സ്പോർട്സ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്യുപ്മെൻറ്റ് അവർക്ക് 1/1/96 എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി തുടക്കത്തിൽ അവർക്ക് 25,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 25,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റിന്മേൽ നമുക്ക് 10% ഡിപ്രീസിയേഷൻ കാണേണ്ടതുണ്ട്. ഡിപ്രീസിയേഷൻ 25,000 × 10/100 2,500 എന്ന് കിട്ടും. അതിന് പുറമേയാണ് മറ്റൊരു എക്യുപ്മെൻറ്റ് നമുക്കുള്ളത്. അത് 1/7/96 വാങ്ങിച്ചതാണ്. അത് തുടക്കത്തിലേ ഇല്ല. അതിൻ്റെ വില 50,000 രൂപയാണ്. 1/7/96 വാങ്ങിച്ചത് കൊണ്ട് തന്നെ അതിന് 6 മാസത്തെ ഡിപ്രീസിയേഷനാണ് അതിന് ഈടാക്കേണ്ടത്. അപ്പോൾ പഴയ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 2,500, പുതിയ എക്യുപ്മെൻറ്റിൻ്റെ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 50,000 × 10%, 10/100 × 6 മാസത്തേക്ക് 6/12 2,500 എന്ന് കിട്ടും. അങ്ങനെ മൊത്തം ഡിപ്രീസിയേഷൻ 5,000 റുപ്പീസ് എന്ന് കിട്ടുന്നു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട മറ്റൊരു ഇനമാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ വർഷം അവർ
ബിൽഡിംഗ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് പേയ്മെൻറ്റ് സൈഡ് നോക്കിയാൽ കാണാം. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയുന്നു 11/96 ഈ വർഷം തുടക്കത്തിൽ അവർക്ക് 50,000 50,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ 50,000 രൂപയ്ക്ക് 10% വെച്ച് 50,000 × 10/100 5,000 റുപ്പീസ് എക്സ്പെൻഡിച്ചർ സൈഡിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അടുത്ത ഇനമാണ് എക്സ്പെൻഡിച്ചർ ഫോർ അഡ്മിനിസ്ട്രേഷൻ. ഒരു റവന്യൂ ഭരണപരമായ ചിലവ് 11,000 റുപ്പീസ് ഇങ്ങോട്ട് എഴുതുക. നമ്മുടെ എല്ലാ ഇനങ്ങളും പരിഗണിച്ചിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിലാണ് കൂടുതൽ തുകയെന്ന് കാണാം. അത് ഇതാണ് 1,09,100 എന്ന റുപ്പീസ് ആണ് കിട്ടുക. തുക ടോട്ടൽ എഴുതിയിരിക്കുന്നു. അതേ തുക തന്നെ നമ്മൾ പേയ്മെൻറ്റ് സൈഡിലും എഴുതേണ്ടതുണ്ട്, അതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്താൽ 31,200 എന്നാണ് നമുക്ക് കിട്ടുക. അത് വരവ് കൂടുതലും ചെലവ് കുറവായതുകൊണ്ട് തന്നെ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അഥവാ സർപ്ലസ് എന്ന അർത്ഥത്തിൽ 31,200 എന്ന് നമുക്ക് കാണാം. എന്തായാലും ഈ രീതിയിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നു. 31,200 എന്ന സർപ്ലസോട് കൂടിയിട്ട്. ഏവർക്കും നമസ്കാരം.